ഹായ്, അപ്പോൾ എല്ലാവർക്കും സൈലം ബി എസ് സിയുടെ യൂട്യൂബ് കറണ്ട് ഒരു സെക്ഷനിലോട്ട് സ്വാഗതം. നമുക്കിന്ന് എന്ത് ചെയ്യാം? 2022 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്കിനി വരുന്ന എക്സാമിന് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യാം, ഒന്ന് രണ്ട് കുറെ കാര്യങ്ങൾ നമുക്ക് മെല്ലെ പഠിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് പ്രവേശിക്കാം. 2022 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം അല്ലേ. പ്രധാനമായിട്ടും 2022 70ാമത് ദേശീയ ചലച്ചിത്രം നമുക്കറിയാൻ പ്രഖ്യാപിക്കുന്നത് 2024 2024 പ്രഖ്യാപിച്ചത് 2022 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലെ. കൂടുതൽ മലയാളത്തിന് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. മികച്ച ഫീച്ചർ ഫിലിം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, 2022 ജാനുവരി 1 മുതൽ 2022 ഡിസംബർ 31 വരെ സെൻസർ ചെയ്ത ചിത്രങ്ങളെയാണ് പുരസ്കാരത്തിന് അർഹമാക്കി എന്നുള്ളത് എന്ത് ചെയ്യാം, നമ്മൾ ഓർത്ത് വെച്ച് കേൾക്കാം. നമ്മൾ ഈ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ പൃഥ്വിരാജിന് മികച്ച നടനായിട്ട് കൊടുക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ അല്ലേ ആടുജീവിതം സിനിമ നോക്കൂ, 2022 ജാനുവരി 1 മുതൽ 2022 ഡിസംബർ 31 വരെ സെൻസർ ചെയ്ത സിനിമകൾക്കാണ് എന്ത് നൽകിയത്, അവര് പുരസ്കാരത്തിന് പരിഗണിച്ചു എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കുക. നമുക്ക് ഈ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ടത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം. അതിൽ ആദ്യം നമ്മൾ പ്രവേശിക്കുന്നു നടൻ. 2022 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഋഷഭ് ഷെട്ടിയാണ്. നമ്മളൊക്കെ ഒരുപക്ഷെ സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും. കാന്താര എന്ന് പറയുന്ന സിനിമയുടെ അഭിനയത്തിന് ഋഷഭ് ഷെട്ടിക്ക് 2022 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നത് 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടൻ ആരെന്നായിരിക്കും ചോദിക്കുക. ആരായിരിക്കും? അത് ഋഷഭ് ഷെട്ടിയാണ്. ഏതാണ് സിനിമ? കാന്താര എന്ന് പറയുന്ന സിനിമയാണ്. കാന്താര സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നതും ആര് തന്നെയാണ്? ഋഷഭ് ഷെട്ടിയാണ്. സംവിധാനവും പുള്ളി തന്നെ. ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത സിനിമയാണ് കാന്താര. ഇനി കാന്താര ഏത് ഭാഷയിലാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ കന്നഡ ഭാഷയിലാണ്. കന്നഡ ഭാഷയിലാണ്. 3 കാര്യങ്ങൾ ഓർത്ത് വെച്ച് കൊടുക്കാം. കാന്താര സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഋഷഭ് ഷെട്ടിയാണ്. ഏത് ഭാഷയിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് ഭാഷയിലാണ്? കന്നഡ ഭാഷയിലാണ് കാന്താര. അപ്പൊ 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടനെ നമുക്ക് കിട്ടി ഋഷഭ് ഷെട്ടിയാണ്. സിനിമ ചോദിക്കുകയാണെങ്കിൽ കാന്താരയാണ്. ഓർത്ത് വെച്ച് കൊടുക്കുക. ഇനി 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം 2 പേർക്ക് നൽകിയിരിക്കുകയാണ്. മികച്ച നടിക്കുള്ള പുരസ്കാരം 2 പേർക്ക് നൽകിയിരിക്കുകയാണ്. ഒന്ന് നിത്യ മേനോനും മറ്റൊന്ന് മാനസി പരേഖുമാണ് അല്ലെ. മാനസി പരേഖും നിത്യ മേനോനും. നോക്കൂ, നിത്യ മേനോൻ ഏതാണ് സിനിമ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? തിരുച്ചിത്രമ്പലം എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയാണ് അല്ലെ. നിത്യ മേനോന്റെ തിരുച്ചിത്രമ്പലം എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയാണ് അവർക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം കൊടുത്തിരിക്കുന്നത്. മാനസി പരേഖിന് ഏത് സിനിമയുടെ അഭിനയത്തിനാണ് മികച്ച പുരസ്കാരം ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം കച്ച് എക്സ്പ്രസ് ആണ്. ഒരുപക്ഷെ നമ്മളോട് ചോദിക്കുക കച്ച് എക്സ്പ്രസ് ഏത് ഭാഷയിലെ മൂവി എന്നുള്ളതായിരിക്കും. നോക്കൂ, കച്ച് ഗുജറാത്തിലല്ലേ. സോ അത് ഗുജറാത്തിയാണ്. ഓർത്ത് വെച്ചു കൊടുക്കാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജില്ലയാണ് കച്ച്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. കച്ച് ഗുജറാത്തിലാണ്. അപ്പൊ കച്ച് എക്സ്പ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കച്ച് എന്ന് പേരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ കച്ച് എക്സ്പ്രസ് ഏത് ഭാഷയിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അത് ഗുജറാത്തി ഭാഷയിലാണ്. ആ കച്ച് എക്സ്പ്രസിലെ അഭിനയത്തിന് മാനസി പരേഖിനും തിരുച്ചിത്രമ്പലം എന്ന് പറയുന്ന മൂവിയുടെ അഭിനയത്തിന് നിത്യ മേനോനും എന്ത് ലഭിക്കുകയാണ്? മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിക്കുകയാണ്. തിരുച്ചിത്രമ്പലം ആര് സംവിധാനം ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ മിത്രൻ ആർ ജവഹർ ആണ്. ഓർത്ത് വെച്ചുകൊള്ളുക, മിത്രൻ ആർ ജവഹർ. ഓർത്ത് വെച്ചു കൊടുക്കാം. മിത്രൻ ആർ ജവഹർ സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് തിരുച്ചിത്രമ്പലം. അതേപോലെ ഗുജറാത്തി കച്ച് എക്സ്പ്രസ് വിരാൽ ഷാ സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. കച്ച് എക്സ്പ്രസ് വിരാൽ ഷാ സംവിധാനം ചെയ്ത സിനിമയാണ് കച്ച് എക്സ്പ്രസ്. ഞാൻ 3 കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യണേ. നടൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഋഷഭ് ഷെട്ടിയാണ്. സിനിമ കാന്താരയാണ്. മികച്ച നടി ചോദിക്കുകയാണെങ്കിൽ നിത്യ മേനോനാണ്. ഏതാണ് സിനിമ? തിരുച്ചിത്രമ്പലം. അത് തമിഴ് മൂവിയാണ്. തിരുച്ചിത്രമ്പലം സംവിധാനം ചെയ്തിരിക്കുന്നത് മിത്രൻ ആർ ജവഹർ ആണ്. നടിക്ക് 2 പേർക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. മറ്റൊരു വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? മാനസി പരേഖ് ആണ്. ഓർത്ത് വെച്ചുകൊള്ളുക, മാനസി പരേഖ്
കച്ച് എക്സ്പ്രസ് ആണ് മൂവി. കച്ച് എക്സ്പ്രസ് ഏത് ഭാഷ എന്ന് ചോദിക്കണമെങ്കിൽ അത് ഗുജറാത്തിയാണ്. അത് സംവിധാനം ചെയ്തിരിക്കുന്നത് വിരാൽ ഷായാണ്. ക്ലിയർ. ശേഷം നമ്മൾ അറിഞ്ഞിരിക്കുക മികച്ച സഹനടൻ അല്ലെ. മികച്ച സഹനടൻ ചോദിക്കുകയാണെങ്കിൽ പവൻരാജ് മൽഹോത്രയാണ്. പവൻരാജ് മൽഹോത്ര 2022 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച സഹനടനായി തിരഞ്ഞെടുത്ത വ്യക്തി ചോദിക്കുകയാണെങ്കിൽ അത് പവൻരാജ് മൽഹോത്രയാണ്. ഏതാണ് സിനിമ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫൗജ എന്ന് പറയുന്ന സിനിമയാണ്. ഫൗജ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രമോദ് കുമാറാണ്. ഹിന്ദി മൂവിയാണ്. ആ പ്രമോദ് കുമാർ സംവിധാനം ചെയ്തിരിക്കുന്ന ഫൗജ എന്ന് പറയുന്ന സിനിമയുടെ അഭിനയത്തിന് മികച്ച സഹനടനായിട്ട് പവൻരാജ് മൽഹോത്ര, ഈ കാണുന്ന വ്യക്തിയാണ് പവൻരാജ് മൽഹോത്ര, അതിൽ അദ്ദേഹത്തിന് മികച്ച സഹനടനായിട്ട് ലഭിച്ചു. ഇനി മികച്ച സഹനടി ആരെന്ന് നമുക്ക് നോക്കാം. മികച്ച സഹനടി ചോദിക്കുകയാണെങ്കിൽ നീന ഗുപ്തയാണ്. ഊഞ്ചായ് എന്ന് പറയുന്ന ഹിന്ദി മൂവിയുടെ അഭിനയത്തിന് നീന ഗുപ്തയ്ക്ക് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിക്കുകയാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് സൂരജ് ആർ ബാർജാദിയാണ്. ഈ സൂരജ് ആർ ബാർജാദിക്കാണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങളൊന്ന് റിവ്യൂസ് ചെയ്യാം. സഹനടി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് നീന ഗുപ്തയാണ്. സിനിമ ചോദിച്ചു കഴിഞ്ഞാൽ ഊഞ്ചായ് എന്ന് പറയുന്ന സിനിമയാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് സൂരജ് ആർ ബാർജാദിയാണ്. സഹനടൻ ആരെന്ന് ചോദിക്കണമെങ്കിൽ ആരാണ്? അത് പവൻരാജ് മൽഹോത്രയാണ്. സിനിമ ചോദിക്കണമെങ്കിൽ ഫൗജ എന്ന് പറയുന്ന ഒരു മൂവിയാണ്. സംവിധാനം ചെയ്തിരിക്കുന്ന പ്രമോദ് കുമാറാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ പ്രമോദ് കുമാറിനെ ഒന്നുകൂടി ഒന്ന് പഠിക്കുന്നതായിരിക്കും. നടനായി, സഹനടനായി, സഹനടിയായി, നടിയായി, ദാ നോക്കിക്കോളൂ സംവിധായകൻ. നമ്മൾ ഓർത്തിരിക്കുക 2022 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച സംവിധായകനായി തെരഞ്ഞെടുത്ത വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, സൂരജ് ആർ ബാർജാദിയ. ഏതാണ് സിനിമ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് സിനിമ? ഊഞ്ചായ് എന്ന് പറയുന്ന സിനിമയുടെ സംവിധാനത്തിനാണ് അല്ലെ. സൂരജ് ആർ ബാർജാദിയ. കുറച്ചു മുമ്പേ പറഞ്ഞതേ ഉള്ളൂ, ഊഞ്ചായ് എന്ന് പറയുന്ന സിനിമയുടെ അഭിനയത്തിന് നീന ഗുപ്തയ്ക്ക് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചു എന്നുള്ളതാണ്. ഇതുവരെ നമ്മൾ ഏകദേശം ഓക്കെ ആയിരിക്കണം. കാരണം ഇനി പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഇത്തിരി കൂടി പ്രധാനപ്പെട്ടവയാണ്. നോക്കൂ, മികച്ച ഫീച്ചർ ഫിലിം PSC ചോദിച്ചതും കൂടിയാണ്. 2024 പ്രഖ്യാപിച്ച 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ഫീച്ചർ ഫിലിമായി തെരഞ്ഞെടുത്തത് അല്ല ഏതാണ് സിനിമ? ആട്ടം എന്ന് പറയുന്ന സിനിമയാണ്. ആട്ടം അല്ലെ. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ എല്ലാ സിനിമകളും 2022 ജാനുവരി 1 മുതൽ ഡിസംബർ മാസം 31 വരെ സെൻസർ ചെയ്ത സിനിമകളെല്ലാം എടുത്തു വെച്ച് നോക്കിയതിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് അത് നമ്മുടെ മലയാളം മൂവി ആയിട്ടുള്ള ആട്ടമാണ്. മികച്ച സിനിമ ആട്ടം. മൊത്തത്തിൽ അവർ ഓവറോൾ നോക്കിയപ്പോൾ മികച്ച മൂവി ആട്ടമാണ്. ആട്ടം സിനിമ സംവിധാനം ചെയ്ത തന്നെ ആനന്ദ് ഏകർഷിയാണ്. ആട്ടം സിനിമ ആര് സംവിധാനം ചെയ്തു എന്ന് ചോദിക്കണമെങ്കിൽ ആര് സിനിമ സംവിധാനം ചെയ്തു? ആനന്ദ് ഏകർഷിയാണ് സംവിധാനം ചെയ്തു. ആ ആനന്ദ് ഏകർഷിയാണ് ആട്ടം എന്ന് പറയുന്ന മൂവിയുടെ തിരക്കഥ എഴുതി. അപ്പോ 2022 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച തിരക്കഥ ആനന്ദ് ഏകർഷിക്ക് കിട്ടുന്നു. സിനിമ ആട്ടം. വീണ്ടും മലയാളം ഫിലിം ചോദിച്ചാൽ ആട്ടമാണ്. സംവിധാനം ചെയ്ത ആനന്ദ് ഏകർഷിയാണ്. അദ്ദേഹം തന്നെയാണ് തിരക്കഥ. മികച്ച തിരക്കഥയ്ക്ക് 2022 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നമ്മൾ ഇങ്ങ് നേടി. സിനിമ ആട്ടം. അതേ ആട്ടം സിനിമയുടെ എഡിറ്റിങ്ങിന് മഹേഷ് ഭുവനേന്ദ്രന് മികച്ച എഡിറ്ററുമായി. മഹേഷ് ഭുവനേന്ദ്ര മികച്ച എഡിറ്ററാണ്. മഹേഷ് ഭുവനേന്ദ്ര എഡിറ്റർ ചോദിക്കുകയാണെങ്കിൽ മഹേഷ് ഭുവനേന്ദ്രാണ് ചോദിക്കും. കാരണം ഇത് മലയാളം മൂവിക്കാണ്. ഏതാണ് സിനിമ? ആട്ടം എന്ന് പറയുന്ന സിനിമയാണ്. അപ്പൊ ആട്ടത്തിന് നോക്കി, മികച്ച സിനിമ, മികച്ച തിരക്കഥ, മികച്ച എഡിറ്റിംഗ് ആട്ടമാണ്. എഡിറ്റിംഗ് ചെയ്തിരിക്കുന്ന ആരാണ്? മഹേഷ് ഭുവനേന്ദ്രാണ്. തിരക്കഥയും സംവിധാനം ചെയ്തിരിക്കുന്ന ആരാണ്? അത് ആനന്ദ് ഏകർഷിയാണ്. ആട്ടം ഓർത്തു വെച്ചു കൊടുക്കുക. എന്നാൽ മികച്ച മലയാള സിനിമ ഏതെന്നാണ്? മികച്ച മലയാള സിനിമ, മികച്ച തമിഴ് സിനിമ, മികച്ച കന്നഡ സിനിമ, അങ്ങനെ കാറ്റഗറി ഉണ്ട്.
അതിൽ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്ത് ചോദിക്കുകയാണെങ്കിൽ അത് സൗദി വെള്ളക്കയാണ്. മറന്നു പോകരുത്, മികച്ച മലയാള സിനിമ സൗദി വെള്ളക്കയാണ്. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത സിനിമയാണ് സൗദി വെള്ളക്ക എന്ന് പറയുന്നത്. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത സിനിമയാണ്. ആ സിനിമയാണ് മികച്ച മലയാള സിനിമയുടെ. തെറ്റിപ്പോകരുത്, ഒരു കാരണവശാലും തെറ്റരുത്. മികച്ച ഫീച്ചർ ഫിലിം ഏതെന്ന് ചോദിക്കണമെങ്കിൽ അത് മലയാളമാണ്, ആട്ടം. എന്നാൽ മികച്ച മലയാള സിനിമയായിട്ട് തിരഞ്ഞെടുത്തത് അത് സൗദി വെള്ളക്കയാണ്. ആര് സംവിധാനം ചെയ്തു? തരുൺ മൂർത്തി സംവിധാനം ചെയ്ത സിനിമയാണ് സൗദി വെള്ളക്ക എന്ന് പറയുന്ന സിനിമ. ക്ലിയർ? ചോദിക്കും, നമ്മളോട് സിനിമ ചോദിക്കും. ഫീച്ചർ ഫിലിം ആട്ടമാണ്. തിരക്കഥ ആർക്കെന്ന് ചോദിക്കും. കാര്യം മലയാളിക്കാണ് കിട്ടിയത്. ആട്ടം എന്ന് പറയുന്ന സിനിമയാണ് ആനന്ദേകർഷി. എഡിറ്റിംഗ് ആരായിരുന്നു എന്ന് ചോദിക്കും. കാര്യം പുരസ്കാരം കിട്ടി. എഡിറ്റിംഗ് ആരായിരുന്നു? അത് മഹേഷ് ഭുവനെ എന്നാണ്. എഡിറ്റർ ആയിരിക്കുന്നത് മഹേഷ് ഭുവനെ എന്നാണ്. മികച്ച മലയാള ചിത്രം ചോദിക്കും. സൗദി വെള്ളക്ക. ഇതുകൊണ്ട് മലയാളം നിന്നില്ല. ഈ സൗദി വെള്ളക്ക എന്ന് പറയുന്ന സിനിമയുടെ ഗാനത്തിന്റെ ആലാപനത്തിന് മികച്ച ഗായികയായിട്ട് ബോംബെ ജയശ്രീയെ തെരഞ്ഞെടുത്തു. നോക്ക്, വീണ്ടും മലയാളത്തിന് വന്നിരിക്കുകയാണ്. ഗായിക ചോദിക്കുകയാണെങ്കിൽ ബോംബെ ജയശ്രീയാണ്. ഏതാണ് സിനിമ? സൗദി വെള്ളക്ക. മലയാളമാണ് സൗദി വെള്ളക്ക. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത സിനിമയും കൂടിയാണ് സൗദി വെള്ളക്ക. നമ്മൾ കേട്ടിട്ടുണ്ട്. സോ മികച്ച ഗായിക ബോംബെ ജയശ്രീ. സിനിമ ചോദിക്കുകയാണെങ്കിൽ അത് സൗദി വെള്ളക്കയാണ്. മികച്ച ഗായിക ഒരു മലയാളിക്ക് കിട്ടിയതുകൊണ്ട് തീർച്ചയായിട്ടും മികച്ച ഗായകനെയും കൂടി നമ്മളൊന്ന് അറിഞ്ഞിട്ട് പോകണം. മികച്ച ഗായകൻ ചോദിക്കുകയാണെങ്കിൽ അരിജിത് സിംഗ് ആണ്. അരിജിത് സിംഗിനാണ് മികച്ച ഗായകനായിട്ട് വന്നിരിക്കുന്നത്. അരിജിത് സിംഗ് ആണ്. സോ ഏതാണ് സിനിമ എന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രഹ്മാസ്ത്ര എന്ന് പറയുന്ന സിനിമയാണ്. നമ്മളൊക്കെ ഒരുപക്ഷെ റീൽസിലൊക്കെ അതിന്റെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ബ്രഹ്മാസ്ത്ര എന്ന് പറയുന്ന മൂവിയാണ്. അരിജിത് സിംഗിനാണ്. ബ്രഹ്മാസ്ത്ര. അയാൻ മുഖർജി സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് ബ്രഹ്മാസ്ത്ര എന്ന് പറയുന്നത്. മുഖർജി. ആ ബ്രഹ്മാസ്ത്ര എന്ന് പറയുന്ന സിനിമയിലെ ആലാപനത്തിന് ആർക്ക് ലഭിക്കുകയാണ്? അരിജിത് സിംഗിന് മികച്ച ഗായകനായി. ഗായിക ചോദിക്കുകയാണെങ്കിൽ അത് ബോംബെ ജയശ്രീ. ഗായകൻ ചോദിക്കുകയാണെങ്കിൽ അരിജിത് സിംഗ്. ഏതാണ് സിനിമ? ബ്രഹ്മാസ്ത്ര. ആ ബ്രഹ്മാസ്ത്ര എന്ന് പറയുന്ന മൂവിയിലെ സംഗീത സംവിധായകനായിട്ട് ആരെ തെരഞ്ഞെടുത്തു? പ്രീതത്തെ തെരഞ്ഞെടുത്തു. അപ്പൊ 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംഗീത സംവിധായകൻ ആരെന്ന് ചോദിച്ചാൽ പ്രീതം. ഏതാണ് സിനിമ? ബ്രഹ്മാസ്ത്ര. ബ്രഹ്മാസ്ത്ര ആര് സംവിധാനം ചെയ്തു? അയാൻ മുഖർജി സംവിധാനം ചെയ്തതായിരുന്നു ബ്രഹ്മാസ്ത്ര എന്ന് പറയുന്ന സിനിമ. മൂന്നും ഓർത്തിരിക്കുക. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർത്തു വെച്ചോളുക. ഈ കഴിഞ്ഞ 2022 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച BGM ആയി തിരഞ്ഞെടുത്തത്, സിനിമയിൽ മികച്ച BGM ആയി തിരഞ്ഞെടുത്ത് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് AR റഹ്മാനാണ്. ഏതാണ് സിനിമ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് സിനിമയുടെ? പൊന്നിയിൻ സെൽവൻ 1 എന്ന് പറയുന്ന സിനിമയാണ്. പൊന്നിയിൻ സെൽവൻ അല്ലേ, മണിരത്നം സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് പൊന്നിയിൻ സെൽവൻ എന്ന് പറയുന്ന ഒരു സിനിമ. ആ പൊന്നിയിൻ സെൽവൻ എന്ന് പറയുന്ന സിനിമയിലെ BGMന് AR റഹ്മാന് മികച്ച BGM ആയി. ഗായിക ബോംബെ ജയശ്രീ മലയാളമാണ്. ഗായകൻ ചോദിക്കുകയാണെങ്കിൽ അരിജിത് സിംഗ് ആണ്. സിനിമ ബ്രഹ്മാസ്ത്ര. ബ്രഹ്മാസ്ത്ര ഹിന്ദി മൂവിയാണ്. സോ മികച്ച സംഗീത സംവിധായകൻ ചോദിക്കുകയാണെങ്കിൽ പ്രീതമാണ്. ഏത് സിനിമയുടെ സംഗീത സംവിധാനത്തിനാണ്? ബ്രഹ്മാസ്ത്ര എന്ന് പറയുന്ന മൂവിയാണ്. മികച്ച BGM ചോദിച്ചു കഴിഞ്ഞാൽ മികച്ച BGM എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് AR റഹ്മാനാണ് ലഭിച്ചിരിക്കുന്നത്. സിനിമ പൊന്നിയിൻ സെൽവനാണ്. സോ ആര് സംവിധാനം ചെയ്തു? മണിരത്നം സംവിധാനം ചെയ്ത സിനിമയാണ്. മണിരത്നം സംവിധാനം ചെയ്ത സിനിമ. ഈ പൊന്നിയിൻ സെൽവനാണ് മികച്ച തമിഴ് സിനിമയായിട്ട് അവർ തിരഞ്ഞെടുത്തത്. മികച്ച മലയാള സിനിമ നമ്മൾ പഠിച്ച സൗദി വെള്ളക്ക. തമിഴ് സിനിമ ഇതാണ്. എന്നാൽ മികച്ച സിനിമ, മികച്ച ഫീച്ചർ ഫിലിമായിട്ട് പോയത് ആട്ടമാണ്. ഒരു കാരണവശാലും മറക്കരുത്, ആട്ടമാണ്. മികച്ച ബാലതാരം എന്താ? വീണ്ടും മലയാളത്തിലും നമ്മൾ പ്രവേശിക്കുന്ന മികച്ച ബാലതാരം. മികച്ച ബാലതാരമായി തിരഞ്ഞെടുത്ത ശ്രീപദാണ്. ഏതാണ് സിനിമ? മാളികപ്പുറം എന്ന് പറയുന്ന മൂവിയാണ്. മികച്ച ബാലതാരമായി വന്നിരിക്കുന്ന ശ്രീപദാണ്. ഏതാണ് സിനിമ എന്ന് ചോദിക്കുകയാണെങ്കിൽ മാളികപ്പുറമാണ്. മാളികപ്പുറം മലയാളം സിനിമയാണ്. വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ. ഓർത്ത് വെച്ചോളുക. സംവിധാനം വിഷ്ണു ശങ്കർ.
മാളികപ്പുറം ആര് സംവിധാനം ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ ആര് സംവിധാനം ചെയ്തു? വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത സിനിമയാണ് മാളികപ്പുറം എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചുകൊള്ളുക. ക്ലിയർ. വീണ്ടും മലയാളത്തിനാണ്, ഒന്ന് ഓർത്ത് വെച്ചുകൊള്ളുക. അപ്പോ മലയാളത്തിന് മികച്ച ഫീച്ചർ ഫിലിം കിട്ടി, തിരക്കഥയ്ക്ക് കിട്ടി, എഡിറ്റിങ്ങിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. മികച്ച മലയാള സിനിമയായിട്ട് നമ്മൾ പോയത് സൗദി വെള്ളക്കയായിരുന്നു. മികച്ച ഗായിക മലയാളത്തിന് ലഭിച്ചായിരുന്നു ബോംബെ ജയശ്രീയാണ്. ദാ പോകുന്നു മികച്ച ബാലതാരമായിട്ട് ശ്രീവത് മാളികപ്പുറം. ഇനിതാ നോക്കിയോ, മികച്ച നവാഗത സംവിധായകൻ. മികച്ച നവാഗത സംവിധായകൻ 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനെ നമ്മൾ പഠിച്ചായിരുന്നു സൂരജ് ബാർജാദിയ എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. മികച്ച നവാഗത സംവിധായകൻ നമ്മൾ പരാമർശിച്ചായിരുന്നു പുള്ളിയെ, പ്രമോദ് കുമാർ എന്ന് പറയുന്ന ഒരു പുള്ളി. ഭൗജ എന്ന് പറയുന്ന സിനിമ നമ്മൾ പരാമർശിച്ചായിരുന്നു. ഭൗജ എന്ന് പറയുന്ന സിനിമ മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചു പവൻകുമാർ മൽഹോത്രയ്ക്ക്. ആ സിനിമ സംവിധാനം ചെയ്ത പ്രമോദ് കുമാറിന് ഇപ്രാവശ്യം മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. മികച്ച നവാഗത സംവിധായകൻ പ്രമോദ് കുമാറാണ്. ഏതാണ് സിനിമ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഭൗജ എന്ന് പറയുന്ന മൂവിയാണ്. ആ ഭൗജ എന്ന് പറയുന്ന മൂവിയുടെ അഭിനയത്തിനാണ് പവൻകുമാർ മൽഹോത്രയ്ക്ക് മികച്ച സഹനടൻ കൊടുത്തത്. മികച്ച സഹനടി നീന ഗുപ്തയാണ്. സിനിമ ഊഞ്ചായി എന്ന് പറയുന്ന സിനിമയാണ്. സംവിധാനം സൂരജ് ബാർജാദിയ. ആ സൂരജ് ബാർജാദിക്കാണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം പോയി എന്നുള്ളത് ഓർത്ത് വെച്ചുകൊടുക്കുക. ക്ലിയർ. നമ്മൾ എഴുതാൻ പോകുന്ന ഒരു എക്സാമിന് PSC ഒരു ചോദ്യം ഉണ്ടായിരിക്കും. 2022 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച അനിമേഷൻ ചിത്രം ഏത് എന്ന് ചോദിക്കും. മികച്ച അനിമേഷൻ ചിത്രം ഏതെന്ന് ചോദിക്കും. മികച്ച അനിമേഷൻ ചിത്രം ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഏതാണ് മികച്ച അനിമേഷൻ ചിത്രം എന്ന് ചോദിക്കുകയാണെങ്കിൽ എ കോക്കനട്ട് ട്രീ ആണ്. എ കോക്കനട്ട് ട്രീ മികച്ച അനിമേഷൻ ചിത്രമായി തിരഞ്ഞെടുത്ത ചിത്രം ചോദിക്കുകയാണെങ്കിൽ എ കോക്കനട്ട് ട്രീ ആണ്. എ കോക്കനട്ട് ട്രീ എന്ന് പറയുന്ന സിനിമ നമ്മളോട് ചോദിക്കും എന്ന് പറയുന്നത് അതൊരു മലയാളിയായ ജോഷി ബെനഡിക്ട് സംവിധാനം ചെയ്തിരിക്കുന്ന സിനിമയാണ് എ കോക്കനട്ട് ട്രീ എന്ന് പറയുന്നത്. വീണ്ടും മലയാളത്തിൽ വന്നിരിക്കുകയാണ്. 2024 പ്രഖ്യാപിച്ച 2022 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച അനിമേഷൻ ചിത്രമായി തിരഞ്ഞെടുത്ത ചിത്രം അത് മലയാളത്തിലെ ഒരു മലയാളിയായ സംവിധായകൻ ചെയ്ത ജോഷി ബെനഡിക്ട് സംവിധാനം ചെയ്ത എ കോക്കനട്ട് ട്രീ എന്ന് പറയുന്ന സിനിമയല്ലേ. അപ്പം നമ്മളോട് ചോദിക്കണ്ടേ, അത് നമ്മളോട് തീർച്ചയായിട്ടും ചോദിക്കും. മികച്ച അനിമേഷൻ ചിത്രം മറക്കണ്ട, അത് എ കോക്കനട്ട് ട്രീ ആണ്. മികച്ച അനിമേഷൻ ചിത്രം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? എ കോക്കനട്ട് ട്രീ ആണ് മികച്ച അനിമേഷൻ ചിത്രം. ആര് സംവിധാനം ചെയ്തു? ജോഷി ബെനഡിക്ട് സംവിധാനം ചെയ്ത സിനിമയാണ്. വീണ്ടും മലയാളത്തിന്. അപ്പൊ ജോഷി ബെനഡിക്ട് സംവിധാനം ചെയ്ത അനിമേഷൻ ചിത്രമാണ് എ കോക്കനട്ട് ട്രീ. ഓർത്ത് വെച്ചോളണം, മികച്ച അനിമേഷൻ ചിത്രം. 2022 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ജൂറി ചെയർമാൻ നമുക്ക് രണ്ടുപേരെ ഒന്ന് ഓർത്തിരിക്കണം. ഫീച്ചർ ഫിലിമിൽ രാഹുൽ റാവയും നോൺ ഫീച്ചർ ഫിലിമിൽ നില മധുഹർ പാണ്ഡെയുമായിരുന്നു ജൂറി ചെയർമാൻ ആയിരുന്നത്. അപ്പോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം നമ്മൾ ഓക്കെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുക. സോ നടൻ നമുക്കറിയാം ഋഷഭ് ഷെട്ടിയാണ്. സിനിമ കാന്താരയാണ്. ഭാഷ കന്നഡയാണ് അല്ലേ. പിന്നെ നടി രണ്ടുപേർക്ക് കൊടുത്തു എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഒന്ന് നിത്യ മേനോനും മറ്റൊന്ന് മാനസി പരേഖിനും. മാനസി പരേഖിന്റെ സിനിമ നമുക്കറിയാം കച്ചി എക്സ്പ്രസ് ആണ്. നിത്യ മേനോന് തിരുച്ചിത്രമ്പലം എന്ന് പറയുന്ന മൂവിയാണ്, മറന്നു പോകരുത്. പിന്നെ ഈ പറഞ്ഞ മലയാള പുരസ്കാരങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചുകൊള്ളുക. കാര്യം നമ്മളോട് കൂടുതൽ ചോദിക്കാൻ കൂടുതൽ ചാൻസ് കൂടുതൽ ഇവയൊക്കെ തന്നെയായിരിക്കും. പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കുക ഈ പറയുന്ന മികച്ച അനിമേഷൻ ചിത്രമായിരിക്കുന്ന എ കോക്കനട്ട് ട്രീ ജോഷി ബെനഡിക്ട് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. കാരണം ഒരു മലയാളിയാണ്, കൊച്ചുകാരനാണ്. സോ അദ്ദേഹത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോ ഇതോടനുബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ അറിയപ്പെടുന്നു. 2022 ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനോടൊപ്പം ഇതാ നോക്കൂ, 2022 പ്രഖ്യാപിച്ചിരിക്കുന്ന ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം അല്ലെ. ഇന്ത്യൻ സിനിമയുടെ വളർച്ചയ്ക്കും വികാസത്തിനും മികച്ച സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം
ദാ നോക്കിക്കോ, 2022 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് നമ്മൾ 2024 പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലെ. 2022 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് നമ്മൾ ഏത് വർഷം പ്രഖ്യാപിച്ചു? 2024 പ്രഖ്യാപിച്ചത്. അപ്പോ 54ാമത് സ്വീകർത്താവ് ആര് എന്നാണ് ചോദ്യം. 2024 പ്രഖ്യാപിച്ച 2022 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിലെ 54ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് മിഥുൻ ചക്രവർത്തിക്കാണ്. ഓർത്തു വെച്ചോളുക, മിഥുൻ ചക്രവർത്തി. സിനിമാ നടനാണ് മിഥുൻ ചക്രവർത്തി. നമ്മൾ ഇത് എവിടെയോ കേട്ടതുപോലെ നമുക്ക് മനസ്സിൽ ഇങ്ങനെ പോയി കാണും, മിഥുൻ ചക്രവർത്തിയെ നമ്മൾ അല്ലാണ്ട് എവിടെയോ പഠിച്ചു എന്നുള്ളത്. 2024 രാജ്യം നൽകിയ പത്മഭൂഷൺ പുരസ്കാരം നൽകിയ 17 പേരിൽ ഒരു വ്യക്തി മിഥുൻ ചക്രവർത്തിയായിരുന്നു. പത്മഭൂഷൺ പുരസ്കാരമാണ്. ആ പത്മഭൂഷൺ പുരസ്കാരം നൽകിയ 17 പേരിൽ ഒരു വ്യക്തി മിഥുൻ ചക്രവർത്തിയാണ്. അദ്ദേഹത്തിനാണ് 2024 പ്രഖ്യാപിച്ച 2022 70ാമത് 54ാമത് എന്ത് ലഭിക്കുന്നു? ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്നു. 54ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ്. 53ാമത് വഹീദ റഹ്മാനായിരുന്നില്ലേ? വഹീദ റഹ്മാനായിരുന്നു 53ാമത്. 52ാമത് ആശാ പരേഖിനായിരുന്നു. 52ാമത് പുരസ്കാരം ലഭിച്ചത് ആശാ പരേഖിനായിരുന്നു. 53ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം വഹീദ റഹ്മാനും 52ാമത് ആശാ പരേഖിനുമാണ് ലഭിച്ചത്. 54ാമത് പുരസ്കാരമാണ് ആർക്ക് ലഭിച്ചത്? മിഥുൻ ചക്രവർത്തിക്ക് ലഭിച്ചത്. മിഥുൻ ചക്രവർത്തി ഓർത്തു വെച്ചോളുക. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം 2024 പ്രഖ്യാപിച്ച ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കണമെങ്കിൽ ആർക്ക് ലഭിച്ചു? അത് മിഥുൻ ചക്രവർത്തിയാണ്. ഓർത്തു വെച്ചോളുക. ക്ലിയർ? ഒന്ന് കമന്റ് ചെയ്തേക്കുക, പ്രഥമ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച വ്യക്തി ആര് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തേക്കുക കേട്ടോ. പ്രഥമ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച വ്യക്തി ആര് എന്നുള്ളത് എന്ത് ചെയ്യാമെന്ന് കമന്റ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോ ഇന്നത്തേക്ക് ഞാനൊന്ന് മെല്ലെ മൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ എന്ത് ചെയ്യാം, വീണ്ടും കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.